guys, welcome back to Videos. Guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ട്രാൻസ്ലേറ്റിംഗ് ചാലഞ്ച്. Yes. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 പേരായിരിക്കും മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ട്രാൻസ്ലേറ്റിംഗ് മാത്രം പറഞ്ഞില്ല, ഫുൾ ആയിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. സോ എന്താ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൂവി സോങ്സ് ആണ്. നമ്മുടെ മലയാളത്തിലെ മൂവി സോങ്സിനെ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ മലയാളത്തിൽ കണ്ടുപിടിക്കണം, പറയണം. ഒരു ബോളിൽ 2 പേപ്പറിലും സെയിം സോങ് എഴുതിണ്ടാവും. അതായത് നമ്മൾ ടീമായിട്ടാണ് മത്സരിക്കുന്നത് കൊണ്ട് ഒരു ടീം ഒരു പേപ്പർ, മറ്റൊരു ടീം പേപ്പർ എടുക്കുക, എന്നിട്ട് തുറക്കുക, ഉറക്കെ വായിക്കുക, എന്നിട്ട് അത് ഏത് സോങ് എന്നുള്ളത് കണ്ടുപിടിക്കുക, പാടുക. മനസ്സിലായോ? പറയാൻ വേണ്ടിയല്ല മൈക്കുന്നത്. ഓക്കെ, സോങ്സും കാര്യങ്ങളും ഞാനല്ല കണ്ടുപിടിച്ചതൊക്കെ നമ്മുടെ ക്യാമറ ക്രൂ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് കടക്കുന്നതിന് മുന്നേ ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ആൻഡ് അതുപോലെ തന്നെ 1 മില്യണിൽ ഒരു മാരക സർപ്രൈസ് വരുന്നുണ്ട് ഗൈസ്. ഒന്നല്ല 2 സർപ്രൈസ്. ഞങ്ങളെ വേർപിരിക്കാൻ പറ്റുന്നില്ല. എപ്പോൾ നോക്കിയാലും ഇവർ 2 ടീമാണ് ഗൈസ്. അപ്പൊ ഇപ്രാവശ്യം വെട്ടി മുറിച്ച് 2 സൈഡ് പുതിയ പേരൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നു. അപ്പൊ നമുക്ക് ചാനലിലേക്ക് പോകാം. യോ ഗൈസ്, അപ്പോ നമ്മുടെ കയ്യിൽ ബോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 പേപ്പർ ഉണ്ട് കേട്ടോ. തുറക്കരുത്. രണ്ടെണ്ണല്ല, ഇത് 2 സെയിം സോങ്. ഇത് തുറക്കുക, വായിക്കുക. ആദ്യം നിങ്ങൾ വായിക്കുക. ഓക്കെ, ഉറക്കെ വായിക്കണം, കാരണം അവർക്ക് കൂടി ഏത് സോങ് അറിയണം. ഇംഗ്ലീഷിലാണ് ഇതിണ്ടാവുക. അതൊരു മലയാള സോങ്ങിന് ഇംഗ്ലീഷ് ആക്കി വെച്ചിട്ടാണ്. നമ്മൾ വായിച്ച് അത് ഏത് മലയാള സോങ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ തുറന്നോ. പിന്നെ വേറെ കാര്യം, ഫുള്ള് വായിച്ചതിന് ശേഷം മാത്രം കൈ നോക്കി ഉത്തരം പറയാം. ഓക്കെ, ഫുള്ള് വായിച്ചതിന് ശേഷം വായിച്ചോളൂ. The trees trust the soil, Ariraram Raro. The branch trusts the branch trusts the tree and find its place, Ariraram Raro. The leaf trusts the branch, Ariraram Raro. The bud trusts the leaf, Ariraram Raro. പറഞ്ഞോ, വായിച്ച് കഴിയുമ്പോ അപ്പൊ തന്നെ കൈ പൊക്കാം. ഞാൻ ചോദിച്ച വായിച്ചു കഴിയുമ്പോ പൊക്കാൻ പറ്റുമോ? വായിച്ച് ഫുള്ള് തീർത്താലേ പൊക്കാൻ പറ്റുന്നു. മനുഷ്യ, എനിക്കിത് മനസ്സിലായി. 2 ലൈൻ പറഞ്ഞല്ല അവര് പൊക്കി. അങ്ങനെ മരത്തെ നമ്പിക്കായിരിപ്പു കൊമ്പിരിപ്പു. ആ പാട്ടില്ലേ? രണ്ടും ഒരേതാണോ? അതല്ല പറഞ്ഞോണ്ടിരുന്നേ. രണ്ടാമത്തെ ലൈൻ വായിച്ചപ്പോഴേ കിട്ടി. ഇതല്ല ഞാൻ എന്റെ തരാൻ പറഞ്ഞത്, നിനക്ക് ബുദ്ധിയില്ല, എനിക്കറിയായിരുന്നു. എന്നിട്ട് നിനക്ക് വായിച്ചിട്ട് മനസ്സിലായി. നീ എന്താ ഇവന് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചു. മനസ്സിലായില്ലെന്ന് പാട്ട്. എന്നാലും എഡ്വിൻ മനസ്സിലായോ? നിനക്ക് സാധനം മനസ്സിലായിരുന്നു ആദ്യം. മടക്കി കൊടുക്കുന്ന അപ്പൊ നമ്മുടെ 2ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ 1-0. ഓക്കെ, ഇതില് മൈനസ് ഒക്കെ ഉണ്ടോ? വീണ്ടും -10ലേക്ക്. മോട്ടിവേഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെ പറഞ്ഞ KMC ബൂസ്റ്റ് ആവും. ഫസ്റ്റ് റൗണ്ട് കൊണ്ടേ കളഞ്ഞു. ഓക്കെ, അപ്പൊ ചാർലി ബോളോട് കൊടുത്തു. ഓക്കെ, 3, 2, 1 തുറക്കെ. Hit knock lust, knock hit thirsty. If you stare, eye and eye, let go time. If you are girl, I have rhythm. The rhythm of girl walk. There is a rhythm in the petals of female flower. കൈ പൊക്കിയതാണോ? തല പറഞ്ഞോ? അത് വായിച്ച ടോൺ അവർക്ക് കിട്ടിയ ഉടനെ അവന്മാർ പറയും. അതല്ലടാ ടോണ്. അല്ല, അത് ചിലപ്പോ പിന്നെ അതോ അറിയാതെ കിട്ടിയാലോ. ലസ്റ്റ് മോഹം. മോഹം. രണ്ടൊന്നു തന്നെ. മോഹം കാമോ. ഇതിനകത്ത് കാമോന്നൊക്കെ എഴുതിയിരിക്കുന്നു ഇവര്. ഈ ക്രൂവൊക്കെ നോക്ക്. മോഹം കൊണ്ടാ ഇന്നേതൊരാളും പൂച്ച. അതാണോ? അല്ലല്ലോ, ഇതിലെവിടെ പൂച്ച? പൂച്ച എത്തിയപ്പോഴേ ഞാൻ
ആലോചിച്ച് പറ്റില്ലല്ലോ. അവസരം കഴിഞ്ഞേ എന്താ ഇത് ടീമേറ്റ് പറഞ്ഞ മനസ്സിലാക്കും ഇതൊക്കെ നമുക്ക് ഇരുന്ന് ആലോചിക്കാം കുത്തിരുന്ന് ആലോചിച്ച് കിട്ടും എടാ ഇവിടെ ഇവിടെ ഏതിൽ കിട്ടും നോക്ക് ഇത് ശരിക്കും പറഞ്ഞല്ല ഇത് അതല്ല ഇത് വാക്കിനെ മാറ്റിയിരിക്കണം ലൈൻ അങ്ങോട്ട് ഓരോ വേടാക്കി ഓരോ വേർഡ് ഇംഗ്ലീഷ് ആക്കി വെച്ചേക്കോ അല്ലാതെ ആ ലൈൻ അല്ല മീനിങ് എനിക്ക് കിട്ടുന്നില്ല. സി ഐ ഡി മൂസത്തെ പാട്ടാണ് ഇത് ഏത് സോറി സി ഐ ഡി മൂസ അല്ല മറ്റേത് ദിലീപ് കള്ളനായിട്ടുള്ള പടല്ലേ ദിലീപ് കളറാ ചെസ്സാ ചെസ് അല്ല കളറല്ലോ മിഷാദവൻ നിശാന്ത് എന്താണ് മിഷാദിന്റെ ഏത് പാട്ട് ഇത് ഏതെങ്കിലും ആണ് ഈ പെറ്റൽ ഓഫ് ഫീമെയിൽ ഫ്ലവർ കണ്ടപ്പോ തോന്നിയതാ പെണ്ണിന്റെ അങ്ങനല്ല അങ്ങനല്ല എന്താ പെറ്റൽ എന്ന് പറഞ്ഞാ അതല്ലേ പെറ്റൽ പറഞ്ഞ എന്താ ഏതാടാ അത് മറ്റേതാ. എന്നെ നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ വീട് തട്ടും മുട്ടും താളം മുട്ടും തട്ടും മേളം കൈമുക്കിരുന്ന കയ്യും കാലും കൂട്ടി കളിക്കും താളം പെണ്ണായ നട നടക്കു താളം പെണ്ണിൻ വെണ്ണിതളിലുണ്ട് താളം അതേതാ മനുഷ്യ ഇപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. പോയിന്റ് പറഞ്ഞില്ലല്ലോ പോയിന്റ് പറഞ്ഞില്ല ഒന്ന് പറയടേ കേക്കട്ടെ എന്റെ പൊന്നു രണ്ടാമത്തെ ചാൻസിൽ പോയിന്റ് എടുത്ത് ഒരു പോയിന്റ് നേടി. അല്ലല്ല നീ എടുക്കണ്ട നിനക്ക് കൈക്ക് ഒരു ഭാഗ്യം ഇല്ലാത്തവനാ. അല്ല അത് രണ്ടെണ്ണം ഒന്നാ എന്നാലും ഭാഗ്യമില്ല. അയ്യോ ചമ്മയോ അറിയാമെങ്കിൽ പൊക്കിക്കോണേ കേട്ടാ. 2 1 സ്റ്റാർട്ട്. തുറക്ക് ചാർലി. നിങ്ങൾ വായിച്ചില്ല കേട്ടോ മനസ്സിലായില്ലോ. I am your Kathu to join me. Who likes it? Who likes it? അപ്പൊ നമ്മൾ പാടിയ പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു ഇഷ്ടം ആർക്കാണ് ഇഷ്ടം നമ്മളുടെ അയ്യോ ഞാൻ പറഞ്ഞില്ല ഇനി നീ മൈക്ക് പിടിച്ചേ ഞാൻ അതൊന്നും തുടരുത് കേട്ടല്ലോ. ഇനി ജയിക്കും. ഇത് രണ്ടൊന്നല്ലേ സ്റ്റെപ്പിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ കുലിക്കട മണ്ട. എന്നാ എടുത്തോ നീ ബോളോട് എടുത്തു നമ്മൾ വായിക്കണം കേട്ടോ നമ്മൾ വായിക്കണം 3 2 1 ഞാൻ വായിക്കാം. നോ ടിയർ ടു ക്രൈ നോ വൺ വാണ്ട്സ് ടു ക്രൈ ബേണിംഗ് ഇൻ ദ തേർഡ് ഐ ആംഗ്രി വിൽ കിൽ സംഹാരം മൂർത്തിയോ ഡെത്ത് ഹെസിറ്റേറ്റഡ് ടു സിറ്റി ഈസ് കമ്മിങ് വിൽ ഡ്രീം. പാട് പെട്ടെന്ന് പഠിക്കാം പെട്ടെന്ന് അറിയാന്നില്ല. ഞാനേ നോ ടിയേഴ്സ് ടു ക്രൈ പാട് അതെ 10 സെക്കൻഡ് ആയിരുന്നു 1 2 പിന്നെ എന്തിനു പിന്നെ കൈപൊക്കി ചാടി. നിങ്ങറിയോ അത് നമുക്കറിയില്ല. നീ പാടി കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാരും പോരണ്ട ആരും പോരണ്ട അയ്യോ 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 അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നോളാം. നീ ആദ്യം എടുത്തപ്പോ എനിക്ക് ഇതായത്. 3 2 1 വായിക്കണേ ആരാ വായിക്കുന്നേ സൺ ഓഫ് മദർ റിവർ എനിക്കറിയാം. കർണാനെ ഹു ഗോട്ട് ഫ്രം ദ സ്ട്രീം ദാറ്റ് ഡേ ദ വോൾ കൺട്രി ഓൺസ് ഇറ്റ് മൈ ലൈഫ് ഗ്രൂപ്പ്. വെയിറ്റ് ചെയ്ത് നിങ്ങൾ ടൈം എടുത്തല്ലോ. പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞ സമയമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതല്ല. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കെട്ടിയ കർണനായി നാടിനെ മുഴുവൻ ജീവനായി. ബ്രോ ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ല. അടുത്തെടുക്ക്. ഇനി നമ്മളൊരു കാര്യമുണ്ട്. ഇപ്പഴേ കൈമുക്കി നിന്നാ മതി. ബാക്കി ഞാൻ വായിച്ചെടുത്തോളാം. ഇംഗ്ലീഷിൽ ഇല്ല ഇതൊന്നും ഞാനുണ്ട്.
ഇല്ല ഞാനുണ്ട്. നമുക്കിത് ആദ്യത്തെ ലൈനിൽ കിട്ടുന്നതാണ് ആൻസർ. പിന്നെ ബാക്കി അതിലോട്ട് യോജിപ്പിക്കാൻ നിൽക്കരുത്. ഒരു ബന്ധമില്ലാത്ത സാധനം രണ്ടും. ഇത് അറിയാറുണ്ടോ ചാർലിദാസിനെ? അറിയായിരുന്നു. എന്ത് കണ്ണോ പന്ത്രണ്ട് റിവർന്ന് കാണുമ്പോ തന്നെ ആ പാട്ട് കിട്ടൂടെ? അത് ഇച്ചിരി തലയിൽ ഇത് വേണം. അതാണ് കൊമ്പന് കിട്ടാത്തതാണ് നീ ഈ പാട്ടറിയില്ല. നീ മോഹൻലാൽ ഫാൻ അല്ലേ എന്നിട്ട് ആ പാട്ട് അറിയില്ല കാണപ്പാടം പഠിച്ചു വെക്കുന്നുണ്ടോ പാട്ട്? നല്ല അറിയാം. മോഹൻലാലിന് മാത്രം ഇല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മോഹൻലാൽ ഫാൻ ആണെങ്കിൽ സിനിമ ആക്ടിങ് അല്ല, ഡാൻസ് അല്ല ഇഷ്ടപ്പെട്ടത്, അല്ല പാട്ടല്ല ഇഷ്ടപ്പെട്ടത്. മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സിനിമ ബാരോസ് ആണ് ഫേവറേറ്റ്. എന്തിനാ നമ്മളല്ലേ വായിക്കണം? നമ്മളെടുത്തോ, നമുക്കത് മതി. വേണ്ട. എടുക്കുക. മനുഷ്യ വായിച്ചാൽ മതി. ഞാൻ നിങ്ങളാണ് വായിക്കണേ? ഓക്കെ. ചാർലി പടപടം വായിച്ചോ നോക്കട്ടെ. വായിക്കേ. വായിക്കടാ ചാർലി, വായിക്കേ. You are a tingle in the corner of the sky, a bloody rabbit inside a moon pot. Where will be a shadow on the blue sky, a baby turtle inside the moon pot. ഇതെന്ത് തേങ്ങ? ഇതെന്താ ബ്ലേഡി 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 ബ്ലേഡി? പഠിക്കോ, കുഴപ്പമില്ല. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കുള്ളില് റാബിറ്റോ? അല്ല ചോര കൺമുയൽ You are a tingle in the corner. You are a tingle in the corner of the sky, a bloody rabbit inside the pot. Where will be a shadow on the blue sky, a baby turtle inside the moon pot. ബാക്കിയില്ല. ക്രൂവിനെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ 6ാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് പെട്ടെന്ന് അങ്ങനെ കിട്ടൂല. എത്രയാണ് നിങ്ങളുടെ അത് പോയിന്റ്? ഭയങ്കര 2-2. നിങ്ങൾക്ക് 3 2 മതി കേട്ടോ. എനിക്ക് 4. എനിക്ക് ആ മുയലും പിന്നെ മറ്റേ ബ്ലഡി മുയലും confusion അടിച്ചു പോയി. ബ്ലഡി മുയലും പിന്നെ മുയലും പിന്നെ ആമയും വന്നപ്പോ കിട്ടി. പക്ഷേ ചോര മറ്റേ കൺമുയലല്ലേ? കണ്ണ് നിനക്ക് ഞാൻ ബ്ലേഡി പറഞ്ഞപ്പോ ബ്ലേഡി ബ്ലേഡി മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ വിജയുടെ വളർന്നില്ല. ആ ലിയോ ഞാൻ ഇതിനകത്ത് കേട്ടുന്നത്. എനിക്ക് തോന്നി മലയാളം പാട്ടുള്ളില്ലേ? ലിയോ റാബിറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും 4-2 ഇപ്പത്തെ സ്കോർ ഒക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ 4-2. ഇപ്പൊ 7ാമത്തെ നിങ്ങളാണ് വായിക്കേണ്ടത്. 7ാമത്തെ നമ്മൾ വായിച്ചോളാടേ. 3, 2, 1. അടുത്തോ ഉറക്കെ വായിക്കണേ കൊമ്പ. അതെ കൊക്കോ hen simple don't make sound and sing. I cut the chicken into the chili fries and salad. കോഴി ഒന്നാ കൊത്തി പാടാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. ഇനി ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. സിമ്പിൾ ഡോണ്ട് മേക്ക് ഈ സൗണ്ട് ആൻഡ് സിംഗ്. ഒരെണ്ണെങ്കിലും പറഞ്ഞു കൊടുക്കാട്ടോ ടീമേറ്റിന്. അവൻ പറഞ്ഞായിരുന്നു. ഏത് പറഞ്ഞു? അവൻ മറ്റേ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, കാരണം ബ്രോ ഒരു മകനാണ്. നീയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനായി പാട്ട് പാടിയത്. ഈ കൊക്കോ നമ്മൾ ഒരുമിച്ചാ പാടി. ഇത് ഞാനാ ചെറുക്കനെന്തിനും പറയണ്ടല്ലോ. 3 പോയിന്റ് അവനെ പറഞ്ഞേ. കാണുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. അല്ല, ഞാൻ പാടി തുടങ്ങിയത് ഞാൻ. കൈ പൊക്കിയതാണ്. കൈ പൊക്കിക്കോട്ടെ, നമുക്ക് കൈ വെക്കാനല്ലേ നിർത്തിയേക്കണേ. അതുകൊണ്ട് അല്ലാതെ കൈ വെക്കാൻ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ 4-3 എടുത്താലോ? എടുക്കണ്ട, ഞങ്ങൾ എടുത്തോളാം. എടുത്തോ. സിബിക്കും എന്താ കാണിക്കണേ? 2 പേപ്പർ ഉണ്ട്, 4 പേര് ചന്തി കുത്തി പിന്നെ കുത്തി കയറി ഇങ്ങനെ കൊണ്ടുപോവാം. വായിച്ചോ. Took out the raw, mixed with the tender. ഞാൻ പൊക്കിയായിരുന്നു. Mixed with the tender coconut drink my
friend. Mix egg, patiri and mutton curry and eat my friend. 10 സെക്കൻഡിനുള്ളിൽ പറയില്ല നമ്മൾ പാടും. 8 9 10 കിട്ടി bro. കിട്ടി മറ്റേ അയ്യോ എന്താണ് റമ്മെടുത്തിട്ട് കരിക്കൊഴിച്ചിട്ട് വലിച്ചു കേട്ടാ ചങ്ങായി കുഴച്ച് തിന്നാണ ചങ്ങായി ഞാൻ മടക്കി കൈ പിടിച്ചു. പാട്ട് വന്നിട്ട് മടക്കി കൈ പിടിച്ചു. എനിക്ക് കിട്ടിയിരുന്നത് ഇനി മനസ്സിലായെങ്കിൽ പാടാ നിക്കണേ. അയ്യോ ഇംഗ്ലീഷ് പാടിയാലോ മിക്സ്ഡ് വിത്ത് ടെൻഡർ കോക്കനട്ട് ഡ്രിങ്ക് മൈ ഫ്രണ്ട് മിക്സ് അറിയാന്ന് പറഞ്ഞ് തർക്കിച്ചു. ഞാനങ്ങനെ തർക്കിച്ചിരുന്നു. ഫൈത്രിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. സോ ഇപ്രാവശ്യം കൊമ്പന ടീമാണ് ഓർക്ക വായിക്കേണ്ടത്. വായിച്ചില്ലെങ്കിൽ അടിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗ്രീൻ റിഫോമർ ഈസ് എ ഗ്രീൻ മലയാളി ബുഷ ഓണർ മിഡിൽ മിഡിൽ മദ്രാസി. ഇഫ് യു ഗോ ടേക്ക് എ വേർഡ് യു വിൽ ഗെറ്റ് എ വേർഡ്. ഇഫ് യു ടേക്ക് ദ സോർഡ് ദ ഫൈറ്റർ വിൽ ടേക്ക് ദ ഗൺ ആൻഡ് പച്ച പരിഷ്കാരി പച്ച മലയാളി ബൂർഷ മുതലാളി മദ്യം മദിരാശി വാഗെടുത്താൽ വയാലി വാഗെടുത്ത വകത്തി തോക്കെടുത്തിട്ട് റാപ്പടി റാപ്പടി ദീപിന്റെ മൂട്ടിലും മിണ്ണി നേരം കൊണ്ടൊരു മാതിരി ഗ്രീൻ റിഫോർമർ ഓണർ മിഡില് മദ്രാസി അതല്ല ഇവിടെ കണ്ടില്ല. ഓണർ മിഡില് മദ്രാസി. ഇഫ് യു ടേക്ക് വേർഡ് യു വിൽ ഗെറ്റ് എ വേർഡ്. ഇഫ് യു ടേക്ക് തീരുമാനം കണ്ടിട്ട് അടുത്ത സോങ്ങിലേക്ക് വിളിക്കുന്നത്. ഇതിന് പാർട്ട് 2 പാടാൻ വിളിക്കുന്നു. അടിപൊളി നന്നായി പാടി. ടോവിനോ യൂണിവേഴ്സിറ്റി ചേർന്നു. പുറകെയുണ്ട് സാറേ, പുറകെയുണ്ട് 4 5. അടുത്ത സാധനം പെട്ടു സാറേ. 5-4 ആണ് ഇപ്പൊ പോയിന്റ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക്. ലാസ്റ്റ് റൗണ്ട് എത്തിയിട്ടുണ്ട്. ഈ ചാലഞ്ചിൽ അവസാന റൗണ്ട് ആണ്. ആരാ വായിക്കണത്? പിന്നെന്ത് ആരാ വായിക്കേണ്ടത്? ഐശ്വര്യായിട്ട് ചാർലിക്ക് അറിയാത്ത സോങ്സ്. ഇനി പറയാ ഞാൻ വേണം ഇപ്പഴേ Hey banana, can you give me a flower? Hey banana, can you give me a fruit? Shouldn't that the day come to give the flower? If the person is in the future, come in the hand. ഇനി വേണേ പോ. പൂ തരാമോ കായ് തരാമോ പൂങ്ങായി മറന്ന്
അയ്യേ അത് എന്തൊക്കെ കാണണം നോക്കാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഈ ഒരു ചാലഞ്ചിന്റെ പാർട്ട് 2 വേണമെന്നത് കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായാലും ഡ്രോ ആണ്, അല്ലാതെ ഇവിടെ ആരും ജയിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഇച്ചിരി മുതൽ ആൾക്കാർക്കാണ് ഇത് ഡ്രോ ആണെന്ന് പറയും, അല്ലാതെ ജയിച്ചെന്ന് പറയും. ഉടനെ ഉണ്ടാക്കി കണ്ടോ നമ്മൾ ജയിക്കാറ്. ശരി, എന്നാ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പൊ എന്തായാലും ഇതിന് പാർട്ട് 2 വേണ്ട നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിന് പാർട്ട് 2 വെച്ച് നമ്മൾ വീണ്ടും ഇവിടെ അടി തുടരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഒരു ട്രാൻസ്ലേറ്റ് ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ